അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാഹിറത്താത്തയും ഹംസക്കാക്കയും വളരെ വിഷമത്തിലാണ്. നാളെ സ്കൂൾ തുറക്കുകയാണ്. മക്കൾക്കൊന്നും വാങ്ങിയിട്ടില്ല. പടച്ച റബ്ബേ, നീ തന്നെ തുണ. നാളെ എങ്ങനെ മക്കൾ ഒന്നുമില്ലാതെ സ്കൂളിൽ പോവും? അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സുഹറ കടന്നു വരുന്നത്. സുഹറ മറ്റാരുമല്ല, ഇവരുടെ മൂത്ത മോളാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും കലങ്ങിയ കണ്ണുകൾ കണ്ട് അവൾ പറഞ്ഞു, എന്തിനാണ് ഉമ്മച്ചി നിങ്ങൾ കരയുന്നത്? നമ്മുടെ ഉപ്പച്ചിക്ക് പണിയൊന്നുമില്ലാഞ്ഞിട്ടല്ലേ? സാരമില്ല, പടച്ച റബ്ബ് നമ്മുടെ സങ്കടം കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടവൾ ഉപ്പയെയും ഉമ്മയെയും സമാധാനിപ്പിച്ചു. രാത്രി 9 മണി. സാഹിറത്താത്ത കഞ്ഞി വിളമ്പാനായി അടുക്കളയിലെത്തി. ഓരോ പാത്രങ്ങളിലും കഞ്ഞി വിളമ്പി. കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ നിരനിരയായി വീണുകൊണ്ടിരുന്നു. കാരണം മറ്റൊന്നുമല്ല, മക്കൾക്ക് കൊടുക്കാൻ കഞ്ഞിവെള്ളം മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. ഞങ്ങളുടെ അവസ്ഥ ഓർത്തിട്ടല്ല സങ്കടം. ഞങ്ങളുടെ മക്കൾക്ക് ആഗ്രഹമുള്ളതൊന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത നിർഭാഗ്യരാണല്ലോ എന്നോർത്തുകൊണ്ട് സാഹിറത്താത്ത വിതുമ്പി. ഖാദറും സുഹറയും അവിടെ വന്ന് ഉമ്മച്ചിയോട് പറഞ്ഞു, ഉമ്മ, ഇന്ന് എന്താണ് കഴിക്കാനുള്ളത്? അത് കേട്ടപ്പോൾ ഉമ്മ നിശബ്ദയായി നിന്നു. പാത്രങ്ങളിൽ വിളമ്പി വെച്ച കഞ്ഞിവെള്ളം മക്കൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് മക്കൾ ഒന്ന് ക്ഷമിക്ക്, നാളെ നമുക്ക് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാം. ഉമ്മയുടെ സങ്കടം മനസ്സിലാക്കിയ സുഹറയും ഖാദറും ഉമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, അതിനെന്താ, കഞ്ഞി ആരോഗ്യത്തിന് നല്ലതല്ലേ? അത് തന്നെ ധാരാളം മതി. 10 മണിയായപ്പോൾ ഹംസക്കാക്ക മക്കളെയും കൂട്ടി വഴിയിലൂടെ നീളെ നടന്നു. മക്കളെ സ്കൂളിലാക്കിയ ശേഷം ഹംസക്കാക്ക നേരെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് സാഹിറത്താത്തയോട് പറഞ്ഞു, നീ ഇന്ന് അങ്ങേ വീട്ടിലെ ജമീല താത്തയുടെ വീട്ടിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ ഷെഫിമോൻ്റെ പഴയ ബാഗ് ഉണ്ടോ എന്ന് ചോദിക്ക്. അവൾ അവിടെ സനമോളുടെയും ഷെഫിമോൻ്റെയും ബാഗ് ഒഴിവാക്കുകയാണെങ്കിൽ അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. അങ്ങനെ സാഹിറത്താത്ത ജമീല താത്തയുടെ അടുക്കള വാതിലിൽ ചെന്ന് മുട്ടി. ജമീല താത്ത വാതിൽ തുറന്നു. ഓ, നീയോ? ജോലിക്ക് നേരത്തെ വരണമെന്നറിയില്ലേ? മാസമാവുന്നതിന് മുമ്പേ കാശ് ചോദിക്കാൻ ഒരു മടിയുമില്ലല്ലോ. ജോലിയുടെ കാര്യത്തിൽ മാത്രം പിന്നോട്ട്. അത് കേട്ടതും സാഹിറത്താത്തയുടെ കണ്ണീർ തുള്ളികൾ വീഴാൻ തുടങ്ങി. അങ്ങനെ സാഹിറത്താത്ത പെട്ടെന്ന് പണികളൊക്കെ ഒതുക്കി മടങ്ങാൻ സമയം ജമീലത്താത്തയോട് സാഹിറത്ത ചോദിച്ചു, ജമീലത്ത, ഷെഫിമോൻ്റെയും സനമോളുടെയും പഴയ ബാഗ് എനിക്ക് തരുമോ? മക്കൾക്ക് ബാഗും ബുക്കും ഒന്നും കിട്ടിയിട്ടില്ല. അത് കേട്ടതും ജമീലത്താത്ത സാഹിറത്തയെ പരിഹാസത്തോടെ കൂടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നാണമില്ലേ ഈ മുറ്റത്ത് വന്ന് ഇരക്കാൻ? നിന്റെ മക്കളെ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ വല്ല ഓർഫനേജിലും കൊണ്ടുപോയി ആക്കിയേക്ക്. ജമീലത്താത്തയുടെ വാക്കുകൾ കേട്ട് സാഹിറത്തയുടെ നെഞ്ചിൽ നിന്ന് പടപടാ തുടിക്കാൻ തുടങ്ങി. കരഞ്ഞ കണ്ണുകളുമായി സാഹിറത്താത്ത വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയതും സാഹിറത്തയുടെ കണ്ണുകൾ കണ്ട് കരച്ചിൽ കണ്ട ഹംസക്കാക്ക ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? എന്താണ് നിനക്ക് പറ്റിയത്? പറയൂ. ജമീലത്താത്ത വഴക്ക് പറഞ്ഞു. എന്തിനാ കരയുന്നേ? അത് കേട്ടതും സാഹിറത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു,